ഇവിടെ ഉണ്ട് സാറേ. എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നോ? അടങ്ങിയിരിക്കടാ. ഗുഡ് മോർണിംഗ് സാർ. ഇന്നലെ രാത്രി എവിടെയായിരുന്നു? പഠിച്ചോണ്ടിരിക്കായിരുന്നു സാർ. രാത്രി മുഴുവൻ പഠിച്ചോണ്ടിരിക്കായിരുന്നു. റിയലി? അതെ സാറേ, 2 ദിവസം ഉറങ്ങാതെ പഠിച്ചത് കൊണ്ട് ഈ അവസ്ഥയിലായതാ. നീ എന്തായി പറയുന്നു? ക്ഷീണിച്ചു പോകാൻ മാത്രം സാർ എന്താ പഠിച്ചത്? ഇൻഡക്ഷൻ മോട്ടോർ സാർ. ഇൻഡക്ഷൻ മോട്ടോർ ഫുൾ ചാപ്റ്റർ പഠിച്ചോണ്ടിരിക്കായിരുന്നു അല്ലേടാ? ഫുൾ ചാപ്റ്ററോ? ഞാനിപ്പോ In that case, Mr. Srinitya Sendil, yes sir. can you tell us how an induction motor start? Sir, wrong. Mr. Sendil, Yes sir. let's have a cup of tea in my office. Okay. സാർ, Close the door. നിനക്ക് ടൈപ്പ് ചെയ്യാൻ അറിയാലോ? അറിയാം സാർ. Come sit. സാർ, ഐ എം സോറി സാർ. Please type. ബഹുമാനപ്പെട്ട സാർ, ഞാൻ വിഷമത്തോടെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ നിങ്ങളുടെ മകൻ അച്ചടക്കമില്ലാത്തതുകൊണ്ട് ഈ കോളേജിൽ നിന്ന് നോ ഡിലീറ്റ് മാറ്റർ. ഗോ ബാക്ക്. നിങ്ങളുടെ മകൻ സെന്തിൽ ഈ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. Come on, type. Go ahead. സർ, എന്റെ അച്ഛൻ മരിച്ചു പോകും സർ. ഇതിന്റെ അവസാനത്തെ തീരുമാനമാണ്. സർ, എന്റെ അച്ഛൻ ജീവനോടിരിക്കുന്നത് ഞാനൊരു എഞ്ചിനീയറായി കാണാൻ വേണ്ടിയാണ് സർ. അതിന്റെ വീട്ടിന്റെ മുമ്പിൽ മുള്ളുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഈ ഒരു തവണ മാത്രം എന്നോട് ക്ഷമിക്കൂ സർ. സർ, പ്ലീസ് സർ. ഓക്കെ, ലെറ്ററിൽ നിന്ന് നിന്റെ പേര് മാറ്റ്. നിന്റെ പേരിന് പകരം പഞ്ചവൻ പാരിവേന്ദ്രന്റെ പേരെഴുത്. ഇന്നലെ രാത്രി അവനും നിന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ അപ്രൂവറായിട്ട് മാറ്. നിനക്ക് മാപ്പ് തരാം. നിനക്ക് 7.5 മിനിറ്റ് സമയം തരാം. ആലോചിച്ച് പറ. സ്നേഹമുള്ള ചങ്ങാതിയോ. അവനെ കൊണ്ട് നമ്മളെ കാണാൻ കഴിയും, പറയുന്നത് കേൾക്കും, പക്ഷെ റെസ്പോണ്ട് ചെയ്യില്ല. അവന്റെ മുന്നിൽ ആരും കരയരുത്. നോർമലായി സംസാരിക്കണം, മോട്ടിവേറ്റ് ചെയ്യണം, അവനെ സന്തോഷിപ്പിക്കണം, ചിരിപ്പിക്കണം. ഒരു ഗുഡ് ന്യൂസ് ഉണ്ടടാ. നിന്റെ അച്ഛന്റെ അസുഖം മാറിയടാ മോനെ. റിയ യുഎസ് എന്ന പുതിയ മരുന്ന് വാങ്ങിക്കൊടുത്ത് അച്ഛന്റെ അസുഖം മാറിയടാ മോനെ. എടാ, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയാണോ? ഒരാൾ എഴുന്നേക്കുമ്പോ മറ്റൊരാൾ കിടക്കുന്നത്. എഴുന്നേക്കടാ. അന്ന് സ്കൂട്ടറിൽ പോയത് നിന്റെ അച്ഛൻ ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞ് വിശ്വസിക്കില്ലടാ. റിയയുടെ സ്കൂട്ടർ എടുത്തോണ്ട് നിനക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയിരിക്കുക. എന്തെനിക്കൊരു കാര്യം അറിയോ? ജയയുടെ കല്യാണമായടാ. 10 പൈസ ശ്രീധരൻ കൊടുക്കാതെയാടാ. അയാൾക്ക് സ്ഥലമോ സ്വത്തോ കാശോ സമ്പാദ്യം ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. ജയ മാത്രം മതി. ജയ മാത്രം. എടാ, അവിടെ ഭർത്താവാരാൻ നിനക്കറിയാവോ? ഭർത്താവാരാൻ അറിയോടാ നിനക്ക്? നിനക്ക് കൂടി അവനെ നന്നായിട്ട് അറിയാടാ മോനെ. അവനും മൃഗങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, അറിയോ?
അവൻ ഭാവിയിൽ വലിയ ഫോട്ടോഗ്രാഫർ ആകാൻ പോകുന്ന ആളാ. അതേടാ ഞാൻ പറയാം, ആളെ ഞാൻ പറയാം. എടാ, നിന്റെ അളിയും വേറെ ആരുമല്ല, നമ്മുടെ വെങ്കട്ട്. നമ്മുടെ വെങ്കട്ട് കല്യാണത്തിന് വേറെ ഫോട്ടോഗ്രാഫറെയും വിളിക്കേണ്ട ആവശ്യമില്ല. കല്യാണ ഫോട്ടോ എല്ലാം അവൻ തന്നെ എടുക്കും. വെങ്കട്ട് നിന്റെ ചേച്ചി ജയെ കല്യാണം കഴിക്കാൻ പോവാ മോനെ. നിനക്ക് അളിയനിപ്പോ ഫ്രീ 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 ആണ്. ആ ഇവിടെ നോക്ക്. സെന്തിൽ സെന്തിൽ എന്ത് റെസ്പോൺസ് നോക്കണ സെന്തിൽ സെന്തിൽ. അമ്മേ, ഒരു കിലോ തക്കാളിയും സവോളയും ഫ്രീ ആയിട്ട് കൊടുക്കുന്നെന്ന് പറഞ്ഞിരുന്നാൽ ഇവൻ ചാടിയ നീറ്റാണ്. എന്നെ എന്തിനാണ് ബലിയാടാക്കിയത്? താങ്ക് യു വെങ്കട്ട്. നിന്റെ മനസ്സുപോലെ ആർക്കും ഉണ്ടാവില്ലടാ. എല്ലാം ഫിക്സ് ആയി. അടുത്ത മുഹൂർത്തത്തിൽ വെങ്കട്ട് ജയെ കല്യാണം കഴിക്കാൻ ഫിക്സ് ആയി. ഓക്കെ ഡൺ. ഓക്കെ തോന്നിയത് പറയുന്നതിനൊരു അതിരില്ലടാ. നീ രക്ഷപ്പെട്ടു മോനെ. ജീവിതം കാണണോ സ്നേഹമായി കണ്ടിടാം. ടാക്സി ചോദിച്ചു അല്ലേ? ആ? വന്നിട്ടുണ്ട്. ഞാൻ ആരാൻ പറഞ്ഞു? എന്തിനാ ടാക്സി? ക്യാമ്പസ് ഇന്റർവ്യൂവിന് പോവാൻ. നീ എന്റെ കൂടെ വരുന്നോ? അല്ല, ഞാനാ ഇന്റർവ്യൂവിന് പോന്നെ. നീ വീട്ടിലേക്കും പോകുന്നു. ഞാൻ എന്തിനാ വീട്ടിൽ പോകുന്നു? നമ്മൾ അന്ന് ഭാര്യയോട് പ്രോമിസ് ചെയ്തല്ലേ, അത് ഓർമ്മയില്ലേ? നിന്റെ ടൈം ഇതാ, കളിക്കല്ലേ. എനിക്ക് ഇന്റർവ്യൂവിന് പോകണം. ഇത് വായിച്ചു കഴിയുമ്പം നീ ഇന്റർവ്യൂവിന് പോകില്ലെന്നറിയാം. എന്താ അത്? ലെറ്റർ. ഹംഗറിയിൽ നിന്ന് ഏതൊരു മാത്ത, ബെൻസ് മാത്ത, ഫോട്ടോഗ്രാഫർ ആണെന്ന്. ആ ലെറ്റർ പോസ്റ്റ് ചെയ്തോ? ബ്രസീലിയൻ റെയിൻ ഫോറസ്റ്റിൽ 1 year ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. ഈ മോന്തയ്ക്ക് വലിയ ശമ്പളം. അച്ഛൻ സമ്മതിക്കത്തില്ല. നീ പോണം. ധൈര്യമായിട്ട് പോയി നിന്റെ അച്ഛനോട് സംസാരിക്കേ. മനസ്സ് തുറന്ന് സമ്മതിപ്പിക്കണം. അത് പേടിച്ച് നീ ഇത് വിട്ടുകളഞ്ഞ മരണം വരെ മനസ്സിലെ ആഗ്രഹങ്ങൾ ചവറ്റുകൊട്ടയിലെറിഞ്ഞ് നീറി പുകഞ്ഞ് ജീവിക്കേണ്ടി വരൂടാ. എല്ലാ ലൈഫിലും ഒരു ഘട്ടത്തിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള ഒരു അവസ്ഥ വന്നു ചേരാറുണ്ട്. ഒരു സൈഡിലേക്ക് പോയ ക്യാമ്പസ് ഇന്റർവ്യൂ, എഞ്ചിനീയറിംഗ്, ബയോളോ, ഫാക്ടറി ജീവിതം. മറുവശത്തേക്ക് നോക്കുമ്പോ കാട്, മൃഗങ്ങൾ, ഫോട്ടോഗ്രാഫി. നിന്റെ ജീവിതം മാറി മറിയാൻ പോകുന്ന നിമിഷം ഇത് തന്നെയാണ്. ഇനി തീരുമാനിക്കണം. ഈ ഗിഫ്റ്റ് അവൻ ഇഷ്ടപ്പെടുമല്ലേ? അതെ, അല്ലെങ്കിൽ തന്നെ ഒരുപാട് കടമുണ്ട്. ഈ സമയത്ത് ഇത്രയും കാശ് കൊടുത്ത് ഈ കമ്പ്യൂട്ടർ വാങ്ങണോ? എന്താ പറയുന്നേ? ഇന്നാ നമ്മുടെ മോന് ജോലി കിട്ടാൻ പോകുന്നേ. നമ്മുടെ ഒരുപാട് വർഷത്തെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഈ സമയത്ത് പണത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. മോനെ, എടാ, നീ ഇന്റർവ്യൂവിന് പോയില്ലേ? ഞാൻ പോകുന്നില്ല അച്ഛാ. എന്താ? എനിക്ക് എഞ്ചിനീയർ ആകാൻ ഇഷ്ടമില്ല അച്ഛാ. എന്തു പറ്റി? എന്തെങ്കിലും അപകടമാണോ? ഞാൻ കോളേജ് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയതാ. എന്തിന്? എന്നെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതുകൊണ്ട്. എന്താ കാരണം? കുടിച്ചിട്ട് പ്രിൻസിപ്പലിന്റെ വീടിന്റെ വാതിലിൽ
മൂത്രം ഒഴിച്ചതുകൊണ്ട്. ആ വൃത്തികെട്ടവൻ നിന്നെ എന്തൊക്കെയോ സംസാരിച്ച് ബ്രെയിൻ വാഷ് ചെയ്തു. അച്ഛ, എനിക്ക് എഞ്ചിനീയറിംഗിൽ ഇഷ്ടമില്ല. ഇങ്ങനെ ജോലിക്ക് പോയാൽ ഒരിക്കലും നല്ല എഞ്ചിനീയർ ആവില്ല. ഭാര്യയുടെ സിമ്പിൾ ബിലീഫ്, നിനക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യ്. ഇഷ്ടപ്പെട്ട ജോലിക്ക് പോയി കഴിഞ്ഞാൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന്. ആ കാട്ടിൽ പോയിട്ട് നീ എന്ത് സമ്പാദിക്കാനാ? സ്റ്റൈഫൻ വളരെ കുറവായിരിക്കും, പക്ഷെ പഠിക്കാൻ ഒരുപാടുണ്ടാവും അച്ഛാ. ഇനി 5 വർഷം കഴിഞ്ഞ് നിന്റെ കൂടെ പഠിച്ചവരെല്ലാം സ്വന്തം വീടും കാറും മേടിച്ച് സെറ്റിൽ ആകൂടാ. പിന്നീട് നീ അതിന് ദുഃഖിക്കേണ്ടി വരും. ഞാൻ സന്തോഷിക്കും അച്ഛാ. ഞാൻ എഞ്ചിനീയർ ആയാലാണ് അച്ഛാ ലൈഫ് ലോങ് വിഷമിക്കാൻ പോകുന്നത്. എടാ, നാട്ടുകാർ നിന്നെ കളിയാക്കപ്പെടാ. നിന്റെ മകൻ വലിയ എഞ്ചിനീയർ ആകുമെന്ന് നാട്ടുകാരെല്ലാവരും എന്നോട് പറഞ്ഞു. IEC നിന്റെ മകൻ പഠിക്കണമെങ്കിൽ വളരെ ഭാഗ്യം ചെയ്തവനായിരിക്കണമെന്ന് കൃഷ്ണമൂർത്തി അങ്കിൾ പറഞ്ഞു. ഇനി ഞാൻ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കുവിടാ? കൃഷ്ണമൂർത്തി അങ്കിൾ അല്ല അച്ഛാ എന്റെ റൂമിൽ AC വാങ്ങി വെച്ചത്. എന്റെ ഫീസ് എല്ലാം അടച്ച് എന്നെ പഠിപ്പിച്ചതും അവരല്ല അച്ഛാ. ചെറുപ്പത്തില് എന്നെ തോളിലെടുത്തുകൊണ്ട് നടന്ന് എന്നെ ഇവിടെല്ലാം ചുറ്റിക്കാണിച്ചത് കൃഷ്ണമൂർത്തി അങ്കിൾ അല്ല. അതെല്ലാം ചെയ്തത് അച്ഛനാണ്. അച്ഛനെന്ത് വിചാരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മുഖ്യം. എന്തടാ, ഏതോ സിനിമ കണ്ടിട്ട് വന്ന് ഡയലോഗ് അടിക്കുവാണോ നീ? അയ്യോ, ദേഷ്യപ്പെടല്ലേ. അല്ലെങ്കിൽ തന്നെ അവൻ മനസ്സ് വിഷമിച്ചിരിക്കുക. പിന്നെ സെന്തിലിനെ പോലെ വല്ല അവിവേകം കാണിച്ചേക്കാം. ഞാനൊന്നും പറയാൻ പാടില്ല. ഞാനൊന്നും പറയുന്നില്ല, മിണ്ടാതിരുന്നോളാം. എന്തെങ്കിലും പറഞ്ഞാൽ സാർ മേളിൽ നിന്ന് താഴോട്ട് ചാടുമെന്ന്. ഇല്ല അച്ഛാ, ഞാൻ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല അച്ഛാ, പ്രോമിസ്. അച്ഛാ, ഇങ്ങോട്ട് നോക്കച്ചാ. ഭാര്യ നിങ്ങളുടെ ഫോട്ടോ പേഴ്സിനകത്ത് വെച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ? എന്നെങ്കിലും നിനക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ ഈ ഫോട്ടോ എടുത്ത് നോക്ക്. നിന്റെ ഡെഡ് ബോഡി കണ്ട ഇവരുടെ മുഖത്ത് ഈ ചിരി മായില്ലേന്ന് എന്നോട് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു അച്ഛാ. അച്ഛാ, ഞാൻ അച്ഛനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ വന്നതാ. ആത്മഹത്യ ചെയ്യുമെന്ന് പേടിപ്പിക്കാൻ വന്നതല്ല. അച്ഛാ, ഞാൻ ഫോട്ടോഗ്രാഫറായ എന്താ കുഴപ്പം അച്ഛാ? ശമ്പളം കുറവായിരിക്കും, ചെറിയ വീട്, ചെറിയ കാറ്, പക്ഷെ സന്തോഷം വലുതായിരിക്കും അച്ഛാ. ഐ വിൽ ബി വെരി ഹാപ്പി. കിട്ടുന്ന ശമ്പളത്തിൽ അച്ഛനൊരു നല്ല ഷർട്ടും അമ്മയ്ക്കൊരു നല്ല സാരി വാങ്ങിക്കൊടുത്താലും എന്റെ മനസ്സിന് സന്തോഷം കിട്ടും അച്ഛാ. ഞാനെപ്പോഴും അച്ഛൻ പറയുന്നത് പോലെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരേ ഒരു പ്രാവശ്യം എന്റെ മനസ്സിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ അനുവദിക്കച്ച. പ്ലീസ് അച്ഛ, അച്ഛ പ്ലീസ്. അച്ഛ പ്ലീസ് അച്ഛ. ഞാനിത് തിരിച്ചു കൊടുക്കാൻ പോവാ. വെങ്കട്ട്, ഒരു പ്രൊഫഷണൽ ക്യാമറയ്ക്ക് എന്ത് വിലയാകും? ഇത് കൊടുത്തിട്ട് നമുക്ക് ആ ക്യാമറ വാങ്ങാം. തികഞ്ഞില്ലേ, കുറച്ച് കാശും കൂടെ കൊടുക്കാം. പോമോനെ, നിനക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യും. ദൈവം അനുഗ്രഹിക്കും. എല്ലാ സെമസ്റ്ററിലും മാർക്ക് കുറവാണല്ലോ, എന്തു പറ്റി? പേടിയായിരുന്നു സാർ. ആദ്യമെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല മാർക്ക് വാങ്ങിയിരുന്നു സാർ. ഞങ്ങളുടെ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകളെല്ലാം ഞങ്ങളുടെ മകൻ മാറ്റുമെന്ന് എൻ്റെ അച്ഛനും അമ്മയും പറയാറുണ്ട്. അപ്പം ആരംഭിച്ചതായി പേടി. ഞാൻ 5ാം ക്ലാസ് വരെ ഗവൺമെന്റിലാണ് പഠിച്ചത്. എല്ലാ മാസവും ഫീസ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഗവൺമെന്റ് സ്കൂളിൽ മലയാളം മീഡിയത്തിൽ ചേർത്തു. ഇവിടെ വന്നതിന് ശേഷം എല്ലാം ഇംഗ്ലീഷാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തളർന്നുപോയി. അതോടൊപ്പം എൻ്റെ പേടിയും കൂടി. സർ, ഇവിടെ ഒരു റേസ് തന്നെയാണ് നടക്കുന്നത്. ഫസ്റ്റ് വന്നില്ലെങ്കിൽ ഇവിടെ ആർക്കും ഒരു വിലയില്ല. എൻ്റെ പേടി വളരുകയായിരുന്നു. പേടി പഠിത്തത്തിനൊരു തടസ്സമാണ് സാർ. എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ക്ഷേത്രങ്ങളിലെല്ലാം കയറി ഇറങ്ങി ദൈവത്തിനോട് ഇത് താന്നൊക്കെ പറഞ്ഞ് ഭിക്ഷ എടുക്കുകയായിരുന്നു. ദൈവത്തെ പ്രാർത്ഥിച്ച സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ നല്ല മാർക്ക് ലഭിച്ചേനെ. 16 എല്ലൊടിഞ്ഞു, 2 മാസത്തെ റെസ്റ്റ്. ഒരുപാട് ചിന്തിച്ചു. അപ്പോഴാണ് എല്ലാം മനസ്സിലായത്. ഇന്ന് ദൈവത്തിനോട് എങ്ങനെങ്കിലും എനിക്ക് ജോലി തരാൻ പ്രാർത്ഥിച്ചില്ല. എനിക്ക് ലൈഫ് തന്നതിന് നന്ദി പറഞ്ഞിട്ട് വരികയാണ്. സാറേ,
എന്നെ ഇപ്പോൾ റിജക്ട് ചെയ്താൽ പോലും ഞാൻ ഒരിക്കലും വിഷമിക്കില്ല. എവിടെയെങ്കിലും എന്റെ കഴിവിനും വിദ്യാഭ്യാസത്തിനുമുള്ള ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ഉയർന്നു വരുമെന്ന് വിശ്വാസമുണ്ട് സാർ. ഇത്ര തുറന്ന് സംസാരിക്കുന്ന ഒരാള് ഞങ്ങളുടെ കമ്പനിക്ക് ചേരില്ല. ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരാളിനെയാണ് ഞങ്ങൾക്ക് ആവശ്യം. യു ആർ ടു സ്ട്രേറ്റ് ഫോർവേഡ്. ബട്ട് നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് കൺട്രോൾ ചെയ്ത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുമെന്ന് അഷുറൻസ് തരുവാണെങ്കിൽ വി മേ കൺസിഡർ യു. എന്റെ 2 കാലം ഒടിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്വന്തം കാര്യം നിൽക്കാൻ പഠിച്ചത്. ജീവിതം പഠിപ്പിച്ചത് സാർ ഈ ആറ്റിറ്റ്യൂഡ്. അത് മാറ്റാൻ കഴിയില്ല. നിങ്ങൾക്ക് പറ്റിയയാളെ തിരഞ്ഞെടുത്തോളൂ സാർ. എന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ സാർ. സോറി സാർ, തെറ്റിദ്ധരിക്കരുത്. പോവരുത്. 25 കൊല്ലമായിട്ട് ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ജോലി കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ പറയുന്ന എല്ലാറ്റിനും അവർ തലകുലുക്കും. നീ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? സാർ, സാലറി പാക്കേജ് അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ? താങ്ക് യു സാർ. താങ്ക് യു സാർ. നേതാവേ, യു ആർ ഗ്രേറ്റ്. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇല്ലാത്ത തുടുതുടി ഇല്ലാത്ത പോലെ ഉണ്ട്. എന്റെ മാനം പോയി. എടാ സെന്തിലേ, ഈ തോൽവി ഞാൻ സമ്മതിച്ചു തരില്ല. നീ ഫൈനൽ എക്സാമിൽ പാസ്സായാലല്ലേ നിനക്ക് ജോലി കിട്ടൂ. ഇത്തവണ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ വിശ്വനാഥൻ ഒറ്റയ്ക്കാടാ. Everything is fair in love and war. This is World War 3. സെന്തിൽ, നീ സത്തുപോകും. ഏയ് മച്ചു, എന്താ ഈ സമയത്ത്? കുടിച്ചിട്ടുണ്ടോ? ജിന്നടിച്ചതാ. ലേഡീസ് ഡ്രിങ്ക്. നല്ല സൂപ്പർ കിക്ക്. കുറച്ച് ഓവറായിട്ട് അടിച്ചിട്ടുണ്ടല്ലേ? ലഹരിയിലാണല്ലോ സംസാരിക്കുന്നത്. അതെടാ മോനെ, എല്ലാവരും ധൈര്യം വരാൻ വേണ്ടിയാ. എന്തിനാ ഇത്ര ധൈര്യം? ഈ താക്കോൽ അടിച്ചു മാറ്റാനാ മച്ചു. എന്തിന്റെ താക്കോലാ? എന്റെ അച്ഛൻ വൈറസിന്റെ ഓഫീസ് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ. സെന്തിലിനെ തോപ്പിക്കാൻ തന്നെ വൈറസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുക. അതെല്ലാം സീലോട് കൂടെ, കവറെല്ലാം അവിടെ ആണല്ലേ. പോയി അടിച്ചു മാറ്റ്. ചീറ്റിംഗ് അല്ലേ? തെറ്റാണ് കേട്ടോ. എവറിത്തിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. ഹേ മച്ചു, എനിക്കൊരു സത്യം അറിയണം. കിസ് ചെയ്യുമ്പോ മൂക്കും ഇടിക്കുമോ?
ഇരിക്കുമോ ഇരിക്കുമോ മൂക്ക് ഇരിക്കുന്നുണ്ടോ നോക്കാം. സിഗരറ്റ് ഉണ്ടോ മച്ചു? എന്താടുന്ന്? ഇവിടെ ഇനി നീ മൊഴിഞ്ഞ കഴിച്ചു. മൊഴിഞ്ഞ? അതെ, ഇതെല്ലാം ബർമ ഫുഡാ, എനിക്ക് ഒരുപാട് ഇഷ്ടാ. ഇതത്തോ ബേജോ മൊഴിഞ്ഞ കൗസേ. എടാ മച്ചുവേ, എന്ത് പേരാടാ ഇത്? അത്തോ ബേജോ മൊഴിഞ്ഞ കൗസേ. ബർമ തന്നെ പറഞ്ഞ് തെലുഗു പിള്ളണ്ടല്ലോ. അന്തേ രാജു, എൻടി രാമറാവ്, മഹേഷ് ബാബു, കുഞ്ഞിക്കൂനൻ, കുഞ്ചാക്കോ ബോബൻ, പഞ്ചവൻ പാരിവേന്ദൻ. എന്ത് പേരാടാ ഇത്? പഞ്ചവൻ പാരിവേന്ദൻ. ഒരു സ്റ്റൈലും ഇല്ല. കല്യാണം കഴിഞ്ഞാൽ എന്റെ പേരിനൂടെ വെക്കത്തില്ല. റിയ, എന്തുവാ മച്ചോ? നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്താ നീ ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ടോ?